ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് റിയാദ്. നമ്മൾ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളെ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ ബേസിക് ഡൗട്ട്സ് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. എന്താണ് ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഒരേ ഡിമാറ്റ് അക്കൗണ്ട് തന്നെ പല ബ്രോക്കേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുമോ? അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും AMC കട്ടാവുന്നുണ്ട്. അത് ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? ഇതിൽ ഓരോ ടോപ്പിക്കിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാം. പക്ഷേ ആദ്യം തന്നെ നമുക്ക് AMCയെ കുറിച്ചുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ആദ്യം തന്നെ ഞാൻ അതിനുള്ള ആൻസർ പറയാം. അപ്പോൾ ഫ്രീ അക്കൗണ്ട് കിട്ടാനുള്ള ഒന്നാമത്തെ വഴി ബേസിക് സർവീസ് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ബ്രോക്കറിൻ്റെ അടുത്ത് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ബേസിക് സർവീസ് ഡിമാറ്റ് അക്കൗണ്ട് മതി എന്ന് പറഞ്ഞാൽ അവരത് ചെയ്യും. പക്ഷേ അതിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൽ പല ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിലും മറ്റു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനേക്കാളും നല്ലത് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ AMC തരുന്ന ബ്രോക്കേഴ്സ് തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. നമുക്ക് AMC ലാഭിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ വഴി അതാണ്. ഫ്രീ AMC തരുന്ന ഒരു പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു ബ്രോക്കർ ഫയേഴ്സ് ആണ്. ഫയേഴ്സിനെ കുറിച്ച് ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഫയേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൂടാതെ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ലിങ്ക് വഴി ഓപ്പൺ ചെയ്താൽ ഒരു ഗുണമുണ്ട്. അഥവാ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ, എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യം വരികയാണെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ എന്ത് അക്കൗണ്ട് ഓപ്പണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സപ്പോർട്ടും തരുന്നതാണ്. ഇനി കുറച്ച് പേര് ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും തമ്മിൽ ഡിഫറൻസ് ചോദിച്ചിരുന്നു. ട്രേഡിംഗ് അക്കൗണ്ട് മെയിനായിട്ടും ബ്രോക്കർ ലെവലിലുള്ള അക്കൗണ്ടാണ്. നമ്മൾ സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ്. പക്ഷേ നമ്മുടെ വാങ്ങിയ സ്റ്റോക്കുകൾ, ഡെലിവറിയിൽ വാങ്ങിയ സ്റ്റോക്കുകൾ സൂക്ഷിച്ച് വെക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ടുകളിലാണ്. ഈ അക്കൗണ്ടുകൾ ഡെപ്പോസിറ്ററി ലെവലിലുള്ള അക്കൗണ്ടുകളാണ്. അതിലാണ് നമ്മുടെ സ്റ്റോക്കുകൾ ഹോൾഡിങ്ങിൽ വാങ്ങുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ETF അതുകൂടാതെ മ്യൂച്വൽ ഫണ്ടുകളും നമുക്കതിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. ട്രേഡിംഗ് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ്. ഇനി ഈ ഡിമാറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധാരണ രീതിയിൽ ട്രേഡിംഗ് അക്കൗണ്ടിന് പ്രത്യേകിച്ച് ബ്രോക്കേഴ്സ് ചാർജ് ഒന്നും ഈടാക്കാറില്ല. ബ്രോക്കർ ലെവലുള്ള അക്കൗണ്ടാണ്. പക്ഷേ ഡിമാറ്റ് അക്കൗണ്ട് മെയിൻ്റനൻസിന് അവർ ചെറിയൊരു ചാർജ് ഈടാക്കാറുണ്ട്. അത് പല വ്യത്യാസം ഉണ്ടാവും. കാരണം ചില ബ്രോക്കേഴ്സിൽ ഒരു വർഷത്തിൽ 300 ആയിരിക്കാം, ചിലതിൽ 700 വരെ പോകാറുണ്ട്. അങ്ങനെ പല വ്യത്യാസമായിരിക്കും ഓരോ ബ്രോക്കറിലും. അതേപോലെ തന്നെ ചില ബ്രോക്കേഴ്സ് അത് മന്ത്ലി കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അപ്സ്റ്റോക്സ് പോലുള്ള ബ്രോക്കറിൽ മന്ത്ലിയാണ്, അത് പ്ലസ് GST. പിന്നെ ചില ബ്രോക്കേഴ്സിൽ ക്വാർട്ടർലി കട്ട് ചെയ്യുന്ന ബ്രോക്കേഴ്സ് ഉണ്ട്. അത് ചിലതിൽ ഇയർലി കട്ട് ചെയ്യുന്നുണ്ട്. മറ്റു ചിലത് വൺ ടൈം ചാർജ് ആയിട്ട് എടുക്കാറുണ്ട്. ഫസ്റ്റ് തന്നെ വലിയൊരു ചാർജ് എടുക്കും, പിന്നീട് AMC കട്ട് ചെയ്യില്ല. അങ്ങനെയാണ് സാധാരണ രീതിയിൽ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഫയേഴ്സിൻ്റെ കേസിൽ പറഞ്ഞത് അവർ ലൈഫ് ടൈം AMC ഫ്രീ എന്നാണ് പറയുന്നുള്ളത്. ഈ ഓഫർ എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴും അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടുകൾക്ക്. പിന്നെ ഡിമാറ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചാർജുകളെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നാമത്തത് അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് തന്നെയാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ചാർജ്. രണ്ടാമത്തത് DP ചാർജിൻ്റെ ഒരു ചാർജ് പിടിക്കാറുണ്ട്. അതായത് നമ്മൾ സ്റ്റോക്കുകൾ ഡിമാറ്റിൽ ഹോൾഡ് ചെയ്തിട്ട് വെക്കുന്ന സമയത്ത് ചെറിയൊരു DP ചാർജ് പിടിക്കാറുണ്ട്. പിന്നെ മൂന്നാമത്തെ ചാർജ് ട്രാൻസാക്ഷൻ ചാർജുകളാണ്. നാലാമത്തെയാണ് AMC വരുന്നത്. ഡിമാറ്റുമായിട്ട് ബന്ധപ്പെട്ട നാലാമത്തെ പ്രധാനപ്പെട്ട ചാർജ്. ഇതിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് ഫ്രീ ആണ് ഫയേഴ്സിൽ, AMC ഫ്രീ ആണ്. DP ചാർജ് വളരെ ചെറിയൊരു എമൗണ്ടാണ് ഇവരെടുക്കുന്നത് മറ്റ് ബ്രോക്കേഴ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ ട്രാൻസാക്ഷൻ ടാക്സ് ചാർജുകൾ എല്ലാ ബ്രോക്കേഴ്സിലും ഏകദേശം ഈക്വൽ തന്നെയാണ്. ഞാൻ ഈ ഒരു ബേസിക് വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒരു സെയിം ഡിമാറ്റ് തന്നെ പല ട്രേഡിംഗ് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം പറയാനുണ്ട്. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറയാം. കുറച്ച് തിരക്കുണ്ടെന്ന്. ഓക്കെ, താങ്ക് യു.